ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഉറപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും അവർ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അവരുടെ മനസ്സ് ഒരുപാട് സന്തോഷങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, സന്തോഷകരമായിട്ടുള്ളൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പമുള്ള ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതം ഇത്രയധികം മനോഹരമാക്കിയ വ്യക്തി നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു പ്രണയം, സ്നേഹം, ഇഷ്ടം ഒന്നും തന്നെ മറ്റൊരാൾക്കും കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെയും അവർ നിങ്ങൾക്കായിട്ട് ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുമെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളോട് അവരിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളോടായിരിക്കാം ചില കോൺഫ്ലിക്ട്സ് ഒക്കെ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവാം. ചില വ്യക്തികൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഇഷ്യൂസ് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ അവരതൊന്നും തന്നെ ബോധേഡ് ആവുന്നില്ല. ഏത് രീതിയിലും നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ദെൻ യെസ്, തീർച്ചയായിട്ടും അവർ ഇത്രയും നാൾ, അതായത് ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്തോടെ അത്രയും പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോലും അവർ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നവരുടെ ലൈഫിൽ. അത്രയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ തയ്യാറെടുക്കുന്നുണ്ട്. കാരണം ഇനിയും ഇങ്ങനെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവരൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് അവരുടെ ഭാഗത്തുള്ള മൂവ്മെൻറ്റ് എന്താണ് വേണ്ടതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് മെയിൻലി ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസ് ആണെന്നാണ് കാണുന്നത്. വളരെ കുറച്ച് പേർക്ക് അത് ചില വ്യക്തിബന്ധങ്ങളൊക്കെ ആയിരിക്കാം. മാസ്കുലിൻ എനർജീസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ഒരു സ്റ്റോം വാർണിംഗ് സൈനാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നതെങ്കിലും മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു നിമിഷം ഈ ഒരു കാര്യം ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. കാരണം മുന്നോട്ട് പോകാനായിട്ടുള്ള തടസ്സങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ആ ഒരു ചേഞ്ച് ഉണ്ടാകുമോ, ഈ റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കുന്നതായിരിക്കും. ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മനസ്സിന് സമ്മർദ്ദം കൂടിയിട്ട് ഫിസിക്കലി മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലാഴ്ന്ന്, അതായത് മെൻ്റലി നിങ്ങൾക്ക് അതായത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നൈറ്റിൽ സ്ലീപ്പ് ഉണ്ടാവുന്നില്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് മൂഡിയായിട്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും സന്തോഷിക്കാൻ പറ്റാത്തൊരവസരം, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. ആ ഒരു ട്രോമയാണ് അത് കാണിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് യൂണിവേഴ്സ് പറയുന്നത് സ്പിരിച്വലി ചേഞ്ചസ് കൊണ്ടുവരിക. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ദൈവികതയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളെ തന്നെ. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാം. ഫിസിക്കലി കുറച്ച് നിങ്ങൾ ആക്റ്റീവ് ആവുന്ന രീതിയിലുള്ള എക്സസൈസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം.
അതുപോലെയൊക്കെയുള്ള കൺവേർഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് ഒരു കാംനെസ് കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. നെഗറ്റീവ് തിങ്കിങ് കൂടുതലായിട്ട് കാണുന്നൊരു സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഓർക്കാതിരിക്കുക. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടുതൽ ആങ്ഷ്യസ് ആവാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഡ്രീംസ് ഒക്കെ കാണുന്ന ഒരു സമയമാണ്. ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന്. സ്പിരിച്വലി കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് ഫീൽ ആവുന്നുണ്ട്. എന്തൊക്കെ നേടിയെടുത്തിട്ടും നിങ്ങളുടെ ലൈഫിലൊരു ശൂന്യത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു ഫെയ്ത്താണ് അവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തരുന്നതായിരിക്കും. സ്പിരിച്വലി നിങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ ഈ ഒരു കാര്യം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമുള്ളതല്ല നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ പലതാണ്. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആരാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ്മെൻ്റ് ഉണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ലൈഫിൽ വരണം എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൊന്നും അധിഷ്ഠിതമല്ല ഒരാളുടെയും ലൈഫ്. അതുപോലെ തന്നെ ലൈഫിൽ ഒരു കാര്യങ്ങളും കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുകയും ഇല്ല. ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്ന പോലെ ലൈഫിൽ എപ്പോഴും അത് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. റിയാലിറ്റിയിലേക്ക് വരിക. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഒരു ഇമാജിനറി വേൾഡിൽ ഇരിക്കാൻ ശ്രമിക്കരുത്. അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുക. ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പണ്ട് മുതലേ നമ്മൾ അതുമായിട്ട് കമ്പാരിസൺ പഠിച്ചിട്ടുള്ളതാണ്. ബട്ടർഫ്ലൈയുടെ ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഏതൊക്കെ മാറ്റങ്ങളിലൂടെയാണ് ലൈഫിൽ അവസാനം അത് പറന്നുയരുന്നത് എന്ന് കാണാം. നമുക്ക് പല പല സൈക്കിളിലൂടെ അവർ കടന്നു വന്നിട്ടാണ് ആ ഒരു കൊക്കൂൺ പൊട്ടിച്ച് ആ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് അത് അത്രയും മനോഹരമായിട്ട് അത് ആകാശത്തിലേക്ക് പറന്നുയരുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെയും ലൈഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ ഒരു ലിമിറ്റിംഗ് ബിലീഫിൽ ഇരിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ ലൈഫ്. ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നേടിക്കഴിഞ്ഞാൽ മറ്റൊന്നും ഇനി വേണ്ട, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതിനപ്പുറവും നിങ്ങൾക്ക് നേടാനുണ്ട്. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഇനിയുമുണ്ട്. അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ നിങ്ങൾ കടലിലേക്ക് നോക്കുക എന്ന് പറയും. അതുപോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കുക. അപ്പോഴേക്കും നമ്മുടെ മനസ്സ് ഒരുപാട് കാമാകുന്നത് കാണാം. ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും ബൈ ബൈ.